ഇംഗ്ലണ്ടിനെതിരായ നാലാം ക്രിക്കറ്റ് ടെസ്റ്റിൻ്റെ നാലാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ സമനിലയ്ക്കായി പൊരുതുന്നു. ക്യാപ്റ്റൻ ഗില്ലും KL രാഹുലും അർദ്ധ സെഞ്ചുറി നേടി പുറത്താകാതെ നിൽക്കുമ്പോൾ 174-2 എന്ന നിലയിലാണ് ഇന്ത്യ നാലാം ദിനം അവസാനിപ്പിച്ചത്. സ്കോർ ബോർഡ് തുറക്കും മുമ്പ് തന്നെ 2 വിക്കറ്റ് നഷ്ടമായ ഇന്ത്യയെ രാഹുൽ ഗിൽ സഖ്യം രക്ഷിക്കുകയായിരുന്നു. ഇപ്പോഴും 137 റൺസിന് പിന്നിലായ ഇന്ത്യ അവസാന ദിവസം സമനില ലക്ഷ്യമാക്കി ബാറ്റ് ചെയ്യാനാണ് സാധ്യത. 544-7 എന്ന നിലയിൽ നാലാം ദിനം ആരംഭിച്ച ഇംഗ്ലണ്ടിൻ്റെ 8ാം വിക്കറ്റ് ഡോസനെ ബൗൾഡ് ചെയ്ത് തുടക്കത്തിലെ ബുംറ വീഴ്ത്തിയിരുന്നു. എന്നാൽ 9ാം വിക്കറ്റിൽ സ്റ്റോക്സ് കാർ സഖ്യം ഒത്തൊരുമിച്ച് പോരാടിയപ്പോൾ ഇന്ത്യ പ്രതിരോധത്തിലായി. സിറാജിനെ ബൗണ്ടറി അടിച്ചാണ് ക്യാപ്റ്റൻ സ്റ്റോക്സ് സെഞ്ചുറി പൂർത്തിയാക്കിയത്. ഒരു ടെസ്റ്റിൽ സെഞ്ചുറിയും 5 വിക്കറ്റ് നേട്ടവും കരസ്ഥമാക്കുന്ന ആദ്യ ഇംഗ്ലീഷ് ക്യാപ്റ്റൻ എന്ന ബഹുമതിയും സ്റ്റോക്സ് സ്വന്തമാക്കി. ഒടുവിൽ ജഡേജയെ കൂറ്റിനടിക്ക് ശ്രമിച്ച് സായ് സുദർശന് പിടികൊടുത്ത് സ്റ്റോക്സ് മടങ്ങുമ്പോൾ 198 പന്തിൽ 11 ഫോറും 3 സിക്സും ഉൾപ്പെടെ 141 റൺസ് നേടിയിരുന്നു. പിന്നാലെ കാർസനെയും മടക്കി ജഡേജ തന്നെ 669 ഇംഗ്ലണ്ടിൻ്റെ ഇന്നിംഗ്സിന് വിരാമമിട്ടു. 37.1 ഓവറിൽ 143 റൺസിന് 4 വിക്കറ്റ് ജഡേജ നേടിയപ്പോൾ ബുംറയും വാഷിംഗ്ടൺ സുന്ദറും 2 വിക്കറ്റ് വീതം സ്വന്തമാക്കി. ഇന്ത്യൻ ആരാധകരെ ഞെട്ടിക്കുന്ന തുടക്കമായിരുന്നു 2ാം ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ആദ്യ ഓവറിൻ്റെ 4-5 പന്തുകളിൽ ജയ്സ്വാളിനെയും സായ് സുദർശനെയും പുറത്താക്കി വോക്സ് ഇംഗ്ലണ്ടിന് മിന്നും തുടക്കമാണ് നൽകിയത്. എന്നാൽ പിന്നീട് ഒത്തുചേർന്ന രാഹുൽ ഗിൽ സഖ്യം പൊരുതി നിന്നതോടെ തകർച്ചയിൽ നിന്നും ഇന്ത്യ കരകയറി. പിന്നീടുള്ള 2 സെഷനുകളിലും ഇംഗ്ലണ്ട് ബൗളിംഗ് അറ്റാക്കിനെ അതിജീവിച്ച ഇരുവരും 62 ഓവറോളം ബാറ്റ് ചെയ്ത് 174 റൺസിൻ്റെ പാർട്ണർഷിപ്പാണ് ഉണ്ടാക്കിയത്. 167 പന്തിൽ 10 ഫോർ ഉൾപ്പെടെ 78 റൺസോടെ ഗില്ലും 210 പന്തിൽ 8 ഫോർ ഉൾപ്പെടെ 87 റൺസോടെ രാഹുലുമാണ് ക്രീസിൽ. അവസാന ദിവസം ഇംഗ്ലണ്ടിൻ്റെ വെല്ലുവിളിയെ ഈ സഖ്യം അതിജീവിക്കുമോ എന്ന് കണ്ടറിയാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.